എംപ്ലോയീസ് സംഘിൻ്റെ പ്രണാമം. നമസ്തേ. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ് നാളെ സെക്രട്ടേറിയറ്റിൽ ഒരു ധർണ സംഘടിപ്പിക്കുകയാണ്. അതായത് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന പൊതു വാട്ടർ ടാപ്പുകളുടെ വാട്ടർ ചാർജ് അത് വാട്ടർ അതോറിറ്റിയുടെ റവന്യൂ വരുമാനമാണ്. ആ റവന്യൂ വരുമാനം 719 കോടി രൂപ കേരള ഗവൺമെൻറ് വാട്ടർ അതോറിറ്റിക്ക് നൽകാതെ പിടിച്ചു വച്ചിരുന്നു. എംപ്ലോയീസ് സംഘ് ഉൾപ്പെടെ കേരള വാട്ടർ അതോറിറ്റിയിലെ എല്ലാ സംഘടനകളും കൂടി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അത് വാട്ടർ അതോറിറ്റിക്ക് തിരികെ നൽകുന്നതിനായിട്ട് ഒരു തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഈ വാട്ടർ അതോറിറ്റിയുടെ റവന്യൂ വരുമാനം സർക്കാർ ഇതുവരെയും വാട്ടർ അതോറിറ്റിക്ക് നൽകാതെ അത് പിടിച്ചു വച്ചിരിക്കുകയാണ്. നമ്മൾ ഈയിടെ ചില വാർത്തകൾ, ഇതുപോലെയുള്ള ചില വാർത്തകൾ കേട്ടിരുന്നു കാണും. പൊതു ഖജനാവിലേക്ക് ഓട്ടോണോമസ് ആയിട്ടുള്ള ഇതുപോലുള്ള വാട്ടർ അതോറിറ്റി പോലുള്ള സ്ഥാപനങ്ങളിലെ ഇതുപോലെയുള്ള തുകകൾ സർക്കാർ പിടിച്ചു വച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ PMS ഇതിനെതിരായി നാളെ സെക്രട്ടേറിയറ്റിൽ ഒരു ശക്തമായ ഒരു ധർണ സംഘടിപ്പിക്കുകയാണ്. PMSന്റെ ദക്ഷിണ കേരള സഹസംഘടനാ സെക്രട്ടറി MP രാജീവനാണ് ധർണ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് കൂടാതെ വാട്ടർ അതോറിറ്റിയെ സംബന്ധിക്കുന്ന, വാട്ടർ അതോറിറ്റിയുടെ നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന, വാട്ടർ അതോറിറ്റിയെ കൊണ്ട് ജൽജീവൻ മിഷൻ പോലുള്ള വളരെ ബൃഹത്തായ പദ്ധതികളിൽ, പൊതുജനങ്ങൾക്ക് ഉപയോഗം വരുന്ന പദ്ധതികളിൽ അതിന്റെ കെടുകാര്യസ്ഥതയും അതുപോലെ തന്നെ ആ പദ്ധതികൾക്ക് വേണ്ടി വാട്ടർ അതോറിറ്റിയെ കൊണ്ട് വലിയ രീതിയിൽ വലിയ തുകകൾ കടമെടുപ്പിക്കുന്ന നടപടികളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതിനെതിരെ ഒരു സംഘടന എന്ന നിലയ്ക്ക് PMS ശക്തമായ പ്രക്ഷോഭം നയിക്കുകയാണ്. അതിന്റെ ധർണയാണ് നാളെ. അപ്പൊ ഇതിനെപ്പറ്റി കൂടുതലായി വിശദീകരിക്കുന്നതിന് വേണ്ടി കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘിന്റെ സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ അനിൽ കുളപ്പട എൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹം ഭരിക്കുന്നതായിരിക്കും. ഞാൻ ഷിബു കൃഷ്ണൻ സൈരന്ദ്രി, കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ് തിരുവനന്തപുരം ജില്ലാ ട്രഷറർ ആണ്. അദ്ദേഹം തുടർന്ന് സംസാരിക്കുന്നതായിരിക്കും. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ആശംസകൾ അറിയിക്കുന്നു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ നാളെ നടക്കുന്ന സെക്രട്ടേറിയറ്റ് ധർണ വാട്ടർ അതോറിറ്റിയുടെ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി നിലവിലെ വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നങ്ങളെയും വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെയും ആ സ്ഥാപനത്തിന്റെയും നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളെയും ആസ്പദമാക്കിയാണ് നാളത്തെ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും നമുക്കറിയാം, വാട്ടർ അതോറിറ്റിയിലെ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ഒരു 749 കോടി രൂപ നമ്മുടെ പൊതു ടാപ്പുകളിൽ വാട്ടർ അതോറിറ്റിക്ക് നൽകേണ്ട സാമ്പത്തിക സഹായം, ആ സഹായം വാട്ടർ അതോറിറ്റിയുടെ ട്രഷറി അക്കൗണ്ടിൽ വന്നതിന് ശേഷം ഉടൻ തന്നെ ഗവൺമെന്റ് ആ ഗ്രാന്റ് കൊടുക്കേണ്ട ഗ്രാന്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീണ്ടും വിഡ്രോ ചെയ്തിരിക്കുക. അപ്പൊ അവിടെ ഒരു ഫണ്ട്, ഒരു ഗ്രാന്റ് കൊടുത്തു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരുടെ നിലവിലുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ഇന്ന് 2 വർഷം 3 വർഷത്തെ പെൻഡിങ് ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കാണ്. PF ആയിക്കോട്ടെ, പെൻഷനായി പോകുന്നവരുടെ DCRG ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തു നൽകാൻ പെൻഡിങ് ഉള്ളപ്പോൾ ഇത്തരം ഗ്രാന്റുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ പൊതുമേഖലാ സ്ഥാപനം മുമ്പോട്ട്. ഇവിടെ നമ്മൾ ഈ 719 കോടി രൂപ അടിയന്തരമായിട്ട് വാട്ടർ അതോറിറ്റിക്ക് തിരിച്ചു നൽകണമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ എന്നറിയത്തില്ല, കഴിഞ്ഞ ഒരു 3 വർഷം കൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ആയിട്ടുള്ള, വാട്ടർ അതോറിറ്റി ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ജൽജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, ഒരു വേനൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഉയർന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ കുടിവെള്ളം ലഭ്യമാകാത്ത ഒരവസ്ഥയിലാണെന്നുള്ളത്.
അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാനത്തിന്റെ ഏറ്റവും ബൃഹത്തായിട്ട് ഒരു വലിയൊരു പദ്ധതിയാണ് ജൽജീവൻ മിഷൻ പദ്ധതി. ആ ജൽജീവൻ മിഷൻ പദ്ധതി വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതെ ഇന്ന് കേരളത്തിൽ പരാജയത്തിന്റെ ഒരു പാതയിലേക്ക് ആ പദ്ധതി നീങ്ങിക്കൊണ്ടിരിക്കുക. ഒരു വശത്ത് വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന പബ്ലിക് സെക്ടർ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ വിഷയങ്ങൾ ഗ്രാന്റ് പോലും നൽകാതെ ഗവൺമെന്റ് വ്യത്യസ്തമായിട്ട് മനോഭാവത്തിൽ നിൽക്കും. അപ്പൊ വാട്ടർ അതോറിറ്റി BPL-കാർക്ക് സൗജന്യമായി വാട്ടർ അതോറിറ്റി വെള്ളം സൗജന്യമായി നൽകും. വാട്ടർ അതോറിറ്റി ഈ കാശ് വാട്ടർ അതോറിറ്റിയുടെ മാനേജ്മെന്റിന്റെ വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള കാശാണ് എടുത്ത് ചെലവാക്കുന്നത്. അപ്പോൾ ഈ വാട്ടർ അതോറിറ്റി ചെലവാക്കുന്ന ഈ കാശ് ഗവൺമെന്റ് ഗ്രാൻഡായി തിരിച്ചു നൽകിയാൽ മാത്രമേ ഈ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം പിടിച്ചു നിൽക്കത്തുള്ളൂ. അപ്പോൾ ഒരു വശത്ത് ഗ്രാന്റുകൾ നൽകാതെയും മറുവശത്ത് ജൽജീവൻ മിഷൻ പോലുള്ള വലിയ പദ്ധതികൾ അട്ടിമറിക്കപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായി സർക്കാർ മുമ്പോട്ട് പോകും. ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയുടെ വിഹിതം ഇവിടെ നൽകുമ്പോൾ സ്റ്റേറ്റ് വിഹിതം നൽകാതെ നിരവധി പ്രോജക്റ്റുകളാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 1-2 ഉദാഹരണങ്ങൾ പറയാം. ആറ്റിങ്ങൽ 15 MLD പ്ലാന്റിന്റെ പണി പൂർത്തിയായതിനു ശേഷം ആ പ്ലാന്റ് പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മുമ്പോട്ട് പോകും. ഈ ആറ്റിങ്ങലുള്ള 15 MLD പ്ലാന്റ് ശുദ്ധജല വിതരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആ പദ്ധതിയുടെ പ്ലാന്റ് നിർവഹണത്തിന് വേണ്ടിയുള്ള മംഗലാപുരം, പോത്തൻകോട്, അണ്ടൂർക്കോണം, കഠിനംകുളം അതുപോലുള്ള സ്ഥലങ്ങളിൽ JJM-ന്റെ പദ്ധതികൾ അപ്രൂവൽ കിട്ടാതെ മുമ്പോട്ട് പോയി. പൈപ്പ് ലൈനിന്റെ വർക്ക്. അപ്പോ ആറ്റിങ്ങലിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഒരു പ്ലാന്റിന്റെ പണി പൂർത്തിയാകുമ്പോൾ അതിന്റെ വിതരണം നടത്താൻ പറ്റാതെ കഴിയാത്ത രീതിയിൽ അവിടെ ആ ഒരു പ്രോജക്റ്റ് പെൻഡിങ് ആവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജൽജീവൻ മിഷന്റെ ഒരു ഉദ്ദേശം, കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്ദേശം എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കാത്തത് എന്നുള്ളതിന്റെ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അതുപോലെ കുറ്റിച്ചൽ പ്ലാന്റ്, ഈ കുറ്റിച്ചൽ പ്ലാന്റ് നമ്മുടെ സമീപ പ്രദേശത്തുള്ള ഏറ്റവും ഒരു ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്ലാന്റ് ആണ്. ആ പ്ലാന്റിന്റെ പണി പൂർത്തിയായി, പക്ഷേ വിതരണ ശൃംഖലകൾ പൂർത്തിയായിട്ടില്ല. അതും JJM-ന്റെ വർക്കിന്റെ പെൻഡിങ് ആണ്. അതുപോലെ നിങ്ങൾ ഓരോ പദ്ധതി നോക്കിയാൽ പെരിങ്ങമല പഞ്ചായത്ത്, ആര്യനാട് ഉഴമലക്കൽ പഞ്ചായത്ത്, അതുപോലെ നെടുമങ്ങാട് അതായത് പനവൂർ പഞ്ചായത്ത്, പനവൂർ പുല്ലമ്പാറ വെമ്പായം പഞ്ചായത്തിന്റെ വർക്ക് അവാർഡ് ചെയ്തു. പണി ഇതുവരെയും തുടങ്ങിയിട്ടില്ല. വാമനപുരം, മാണിക്കൽ, നെല്ലനാട് പഞ്ചായത്തുകളുടെ വർക്ക്, അതുപോലെ പുളിമാത്ത്, നഗരൂർ, കരവാരം പഞ്ചായത്തുകൾ, അതുപോലെ പള്ളിക്കൽ, മടവൂർ, നാവായിക്കുളം, അങ്ങനെ വർക്കല, അതുപോലെ അങ്ങനെ കേരളത്തിന്റെ തിരുവനന്തപുരം ജില്ലയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ അങ്ങും ഇങ്ങും എത്താതെ കിടക്കുന്നു. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? അപ്പൊ ജൽജീവൻ മിഷന്റെ പദ്ധതികളുമായി മുമ്പോട്ട് പോകുമ്പോൾ വർക്ക് അവാർഡ് ചെയ്തിട്ടുള്ള പദ്ധതികളിൽ പോലും ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇന്ന് കോൺട്രാക്ടർ ആ വിഷയത്തിലുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഗവൺമെന്റിന് മുമ്പോട്ടുള്ള നയം തെറ്റായ നയമാണ്. അപ്പൊ ഇത്രയും ബൃഹത്തായിട്ടുള്ള പദ്ധതി നമ്മുടെ സാധാരണ ആൾക്കാരുടെ അടുത്തേക്ക് ശുദ്ധജലം എത്തിക്കുവാനുള്ള ഏറ്റവും നല്ല പദ്ധതിയായിട്ടുള്ള ജൽജീവൻ മിഷൻ പദ്ധതി ഈ മിഷൻ തന്നെ പരാജയപ്പെടുന്ന രീതിയിലാണ് മുമ്പോട്ട് കൊണ്ടുപോയി. ഇതൊരു വിഷയം. അതുപോലെ വാട്ടർ അതോറിറ്റിയിൽ നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ വാട്ടർ അതോറിറ്റിയിൽ അധിക വരുമാനം വന്നതിന് ശേഷവും വാട്ടർ അതോറിറ്റിയിൽ നഷ്ടത്തിലേക്ക് വാട്ടർ അതോറിറ്റി കൂപ്പുകുത്തുന്നു. അതുപോലെ വാട്ടർ അതോറിറ്റി നിലവിൽ JJM-ന്റെ ഫണ്ട് ഉള്ളപ്പോൾ ADB കരാറുമായി ബന്ധപ്പെട്ട് നിരവധി വായ്പകൾ പുറത്തുനിന്ന് ഏജൻസി വഴി എടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായി സർക്കാർ മുമ്പോട്ട് പോകും. അപ്പൊ ജൽജീവൻ മിഷൻ പോലും നേരെ ചൊവ്വേ ചെയ്യാൻ കഴിയാതെ തടസ്സപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നിലവിൽ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉള്ളപ്പോൾ സംസ്ഥാന സർക്കാർ പുതിയ ഫണ്ടിന് വേണ്ടി ഓരോ ADB പോലുള്ള പ്രൈവറ്റ് കമ്പനികളുമായി ആശ്രയിച്ച് എറണാകുളം, തിരുവനന്തപുരം പോലുള്ള വലിയ ജില്ലകളിൽ കമ്പനിവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുമ്പോട്ട് പോകും. വാട്ടർ അതോറിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നിരവധിയായിട്ടുള്ള എഞ്ചിനീയറിംഗ് സെക്ഷനും അതുപോലുള്ള സർവേ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഏറ്റവും നല്ല വിദഗ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു സ്ഥലവുമാണ്. അപ്പൊ ഇത്രയും ഉദ്യോഗസ്ഥന്മാരും വൈദഗ്ധ്യമുള്ള ആൾക്കാരും നിലവിലുള്ളപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന ADB വായ്പയുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളുമായി സർക്കാർ മുമ്പോട്ട് പോകുന്നു?
അപ്പൊ ഇതൊക്കെ ഒരു അഴിമതിയുടെ, കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുഴിച്ചു മൂടുന്നതിന് വേണ്ടിയുള്ള നിർബന്ധിത ബുദ്ധിയുമായി സർക്കാരും മാനേജ്മെന്റും മുമ്പോട്ട് പോകുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് BMS ഇവിടെ വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ് ഈ സമര പരിപാടികളുമായി മുമ്പോട്ട് വരുന്നത്. ഈ സമര പരിപാടികളുടെ ആശയം, ഈ സമര പരിപാടികൾ മുമ്പോട്ട് വയ്ക്കുന്ന ഓരോ വിഷയങ്ങളും ഗൗരവമായി ഈ പത്രസമ്മേളനത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന പ്രതിനിധികൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിഷയങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ആ വിഷയത്തിലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് തരുവാൻ വേണ്ടി BMS എംപ്ലോയീസ് സംഘ് തയ്യാറാണ്. ഇതിന്റെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പൊ നമ്മുടെ സംഘടനാ പ്രതിനിധികളുണ്ട്, അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിളിക്കുകയാണെങ്കിൽ ഫോൺ നമ്പർ ഉണ്ട്, വിളിക്കുകയാണെങ്കിൽ കൃത്യമായി അതിന്റെ മറുപടികൾ തരാൻ നമ്മൾ തയ്യാറാണ്. ഇത് വലിയൊരു പ്രോജക്റ്റിനെയും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനെയും കേരളത്തിൽ തകർത്തുന്നതുമായിട്ടുള്ള നിലപാടുകളുമായി ഈ കേരള ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നു. ഇതിനെതിരെയാണ് എംപ്ലോയീസ് സംഘിന്റെ ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധ ധർണ. ഇതിന് എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.